ഫീഡ് ഫുട്ബോളിന് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൂടുള്ള വാർത്ത എന്ന് പറയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ചൂടുള്ള വാർത്തയൊന്നും അല്ലല്ലോ, കാരണം ഓൾറെഡി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അതെ, ലിവർപൂൾ മാനേജറിനെ മാറ്റിയിരിക്കുകയാണ്. അതായത് ആർനെ സ്ലോട്ടിനെ സാക്ക് ചെയ്തിരിക്കുകയാണ്. പകരം അവർ മിക്കവാറും കൊണ്ടുവരാൻ പോകുന്നത് ഫോമർ ബോൺമൗത്ത് മാനേജറായിട്ടുള്ള ബാസ്ക് റീജിയനിൽ നിന്നുള്ള സ്പാനിഷുകാരനായിട്ടുള്ള ആന്റോണി എരയോള ആയിരിക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് റിലയബിൾ ആയിട്ടുള്ള അത്ലറ്റിക് അതേപോലെ ഫാബ്രിസിനും മനക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇവിടെ ലിവർപൂൾ ഫാൻസിനെ സംബന്ധിച്ചോളം ഞാൻ വിചാരിക്കുന്നത് എന്താണ്, അവർ ഹാപ്പി ആയിരിക്കും ഈ ഒരു വാർത്തയിൽ എന്നുള്ളത് തന്നെയാണ്. സംഭവം ശരിയാണ്, ആർനെ സ്ലോട്ട് കഴിഞ്ഞ സീസണിൽ ടൈറ്റിൽ നേടിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സീസണിലെ അവരുടെ പ്രകടനം മാത്രമല്ല, ആർനെ സ്ലോട്ട് മൊത്തത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതും അവരുടെ പെർഫോമൻസും, തോൽവി മാത്രമല്ല, റിസൾട്ട് മാത്രമല്ല, ലിവർപൂളിൻ്റെ കളി കാണുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ ലിവർപൂളിൻ്റെ ആരാധകർക്ക്, മാത്രമല്ല ന്യൂട്രൽസുകൾക്കും, അതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല വളരെ പാസീവായിട്ടുള്ള ഫുട്ബോളും, എന്താണ് പാറ്റേൺ ഓഫ് പ്ലേ എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. പല പ്ലേയേഴ്സിനും ചാൻസുകൾ അവർ അർഹിച്ചിട്ടും കൊടുക്കാത്ത സാഹചര്യം വരുന്നു. മുഹമ്മദ് സലയൊക്കെ ആയിട്ടുള്ള ആ ഒരു പ്രശ്നം സംഭവിക്കുന്ന സാഹചര്യം, മൊത്തത്തിൽ എന്താണ് ഒരു വല്ലാത്തൊരു മടുപ്പ് ലിവർപൂളിൻ്റെ ആരാധകർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ട തരത്തിലുള്ള സംഭവം തന്നെയാണ്. അത് ലിവർപൂൾ ഫാൻസിന് തന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യമാണ്. അവർ ഓൾറെഡി പറയുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ആർനെ സ്ലോട്ട് തന്നെ തുടരും എന്നുള്ള തരത്തിലുള്ള വാർത്തകളും കേൾക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ലിവർപൂൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു ഇടങ്ങറുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഷാബി അലോൺസോ ചെൽസിക്ക് പോയതും അതും ഒരു ഇടങ്ങർ പിടിച്ചൊരു സംഭവമായിരുന്നു. എന്തായാലും ഇനി ഇരയോള വന്നു കഴിഞ്ഞിരിച്ചെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ഫുട്ബോളുണ്ട്. ആ ഹെവി മെറ്റൽ തിരിച്ച് ആൻഫീൽഡിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം വെച്ചാൽ എരിയോളയുടെ സ്റ്റൈലും ആ രീതിയിൽ തന്നെയാണ്, ഭയങ്കരമായിട്ട് പ്രസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് പിന്നെന്താ പറയുക, ആ ഒരു ഹെവി മെറ്റൽ ഫുട്ബോൾ കളിക്കുന്ന തരത്തിലുള്ള ഒരു ശൈലിയാണ് ഈവൻ എരിയോളുടേത്. റിസൾട്ടും കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റുമോ, ലിവർപൂളിനെ തിരിച്ച് ചാമ്പ്യന്മാരാക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ മറ്റൊരു ദിവസം ചർച്ച ചെയ്യേണ്ട തരത്തിലുള്ള സംഭവമാണ്. കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ടും എരിയോളയെ സംബന്ധിച്ചിടത്തോളം ആൾ കിഡിലം പരിപാടിയാണ് ബോൺമൗത്തിൽ ചെയ്തിട്ടുള്ളത്, കിഡിലം പരിപാടിയാണ് റയോ വയക്കാനിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു വേറൊരു ട്രജക്ടറിയിലുള്ളൊരു ജോബായിരിക്കും ആളാണ് വരുന്നതെങ്കിൽ. കാരണം വെച്ചാൽ ഇതൊരു ഹ്യൂജ് സ്റ്റെപ്പ് അപ്പാണ് ഈ മാനേജർ സംബന്ധിച്ചോളം. സംഭവം ശരിയാണ്, ബാസ്ക് റീജിയൻ എന്നുള്ള മാനേജർമാരുടെ കാലമാണത്. ആർട്ടേറ്റ ആളുടെ കാലമാണ്. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നടക്കാൻ പോവുകയാണ്, ഓൾറെഡി പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായി. പിന്നെ എന്താണ്, ഇപ്പോൾ ഈ ചങ്ങായും ബാസ്ക് റീജിയൻ എന്നുള്ളത് തന്നെയാണ്. ഉനായ് എമറി ബാസ്ക് റീജിയൻ എന്നുള്ള ആളാണ്. മാത്രമല്ല നമ്മുടെ ചെൽസിയുടെ പുതിയ മാനേജറായിട്ടുള്ള ഷാബി അലോൺസോ ആൾ ബാസ്ക് റീജിയൻ എന്നുള്ള ആളാണ്. അപ്പോൾ യെസ്, ഷാബിയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഈ ചെൽസിയിലേക്കുള്ള വരുമെന്ന് പറഞ്ഞാൽ ആൾക്കും എന്തൊക്കെയോ പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. കാരണം പ്രത്യേകിച്ച് റയൽ മാഡ്രിഡിലേക്ക് പോയിട്ടുള്ള സാഹചര്യത്തിൽ അത് വർക്കൗട്ടായില്ല. പക്ഷേ ഇവിടെ ലിവർപൂൾ കുറച്ച് വൈകിയോ എന്നുള്ളൊരു ചോദ്യം ലിവർപൂൾ ഫാൻസിൻ്റെ മനസ്സിലൂടെ വരുന്നുണ്ടായിരിക്കും. കാരണം കുറച്ചുകൂടെ നേരത്തെ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഷാബി അലോൺസോ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൂടായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം വരും. കാരണം വെച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഷാബി അലോൺസോ ഒരു ക്ലബ് ലെജൻഡാണ്. മറ്റൊന്ന് എന്താണ്, ഒരു വിന്നർ എന്ന രീതിയിൽ ഓൾറെഡി ബയർ ലെവർകൂസനിൽ ആൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. യെസ്, റയൽ മാഡ്രിഡിൽ ഫ്ലോപ്പായി. പക്ഷേ അഗെയിൻ അവിടെ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലബിനെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്, ഭയങ്കര പൊട്ടൻഷ്യലുള്ളൊരു കോച്ചാണ്. പിന്നെ ഫ്ലോറിയൻ വേർഡ്സിനെയും ഫ്രിംപോങ്ങിനെയും ഒക്കെ നന്നായി കോച്ച് ചെയ്ത് പിന്നെ അവരെ ആ ഒരു ടൈറ്റിൽ അടിപ്പിക്കുന്ന പരുവത്തിലേക്ക് എത്തിച്ചിട്ടുള്ളൊരു ഒരു മാനേജറാണ്. നന്നായിട്ട് അവരെ അറിയുന്നതാണ്. അപ്പോൾ ഫ്ലോറിയൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ലിവർപൂളിനെ സംബന്ധിച്ചോളം ആൾക്ക് ചുറ്റിലും സ്ക്വാഡിനെ ബിൽഡ് ചെയ്യാന്നുള്ളത് തന്നെയായിരിക്കും അവരിപ്പോൾ കരുതുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു പ്രൊഫൈലാണല്ലോ. അപ്പോൾ ആ പ്രൊഫൈൽ നന്നായിട്ട് അറിയുന്ന തരത്തിലൊരു ചങ്ങായി കൂടി ഉള്ളൊരു സാഹചര്യത്തിൽ ഷാബി അലോൺസോയിലേക്ക് പോകാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. പക്ഷേ ചിലപ്പോൾ റിച്ചാർഡ് ഹ്യൂഗ്സിനും അതേപോലെ തന്നെ മൈക്കൽ എഡ്വേർഡ്സിനും അത്തരത്തിലൊരു ചിന്ത വന്നിട്ടുണ്ടായിരിക്കില്ല. ഷാബി അലോൺസോ എക്സാക്ട്ലി ആ ഒരു ഹെവി മെറ്റൽ ഫുട്ബോൾ കളിക്കണമെന്നില്ലല്ലോ. അത് കുറച്ചുകൂടെ കൺട്രോൾഡ് ഒരു അപ്രോച്ചുള്ള ഒരു ചങ്ങയാണ്. അപ്പോൾ ആൻഫീൽഡ് ഡിമാൻഡ് ചെയ്യുന്ന തരത്തിലൊരു ഫുട്ബോൾ ആയിരിക്കണമോ എന്നുള്ളത് ഒരു സംശയമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം, ഇപ്പോൾ ആർനെ സ്ലോട്ടിൻ്റെ ഒരു സാക്കിങ്ങിൽ പോലും ഈ ഹെവി മെറ്റൽ എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ്. കാരണം മുഹമ്മദ് സലയുടെ ആ ഒരു സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെൻറ്റ് സത്യം പറഞ്ഞു വെച്ചാൽ അതും ഈ സാക്കിങ്ങിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഫാബ്രിസിയും അതേപോലെ തന്നെ അത്ലറ്റിക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ആളെന്താ പറഞ്ഞത്, ഇങ്ങനെയല്ല ലിവർപൂൾ കളിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ്. ആളവിടെ നിന്ന് പോകാമെന്നുള്ള തീരുമാനം എടുത്തു. ആൾ തുറന്നടിച്ച് പറഞ്ഞു, എന്ത് ഇങ്ങനെയല്ല ലിവർപൂൾ കളിക്കേണ്ടതായിട്ടുള്ളത്, നമ്മളെ ഡൗട്ടേഴ്സിൽ നിന്നും ബിലീവേഴ്സാക്കി മാറ്റിയതായിരുന്നു. അതേപോലെ തന്നെ നമുക്കൊരു ശൈലിയുണ്ട്, അതെന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഹെവി മെറ്റൽ സാധനമാണ്, ഇടക്കും തലക്കൊന്നും ജയിച്ചാൽ പോരാ, അതല്ല ഈ ഫാൻസ് ഡിസേർവ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സല പറയുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ ഡിസിഷനിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ മറ്റേ ചങ്ങായി ഉണ്ടല്ലോ, പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ആളുടെ ചില അപ്ഡേറ്റുകളൊക്കെ ഈവൻ ഓൺസ്റ്റൈന് പോലും ചങ്ങാൻ ഇന്ത്യക്കാലിയ പുള്ളിക്കാരൻ്റെ
ട്വീറ്റൊക്കെ ഓൺ സ്റ്റൈം പോലും ഷെയർ ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പുള്ളി ഒരു വളരെ വിചിത്രമായിട്ടൊരു ഒരു കാര്യമായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് സാല ഒരു പക്ഷേ ലിവർപൂളിലേക്ക് തിരിച്ചു വരുന്നുള്ളതൊക്കെ അതിനുള്ള ഡിസിഷനൊക്കെ എടുക്കേണ്ടത് റിച്ചാർഡ് ഹ്യൂക്സും അതേപോലെ മൈക്കൽ എഡ്വേർഡ്സുമാണ്. സാല അതിനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ളൊരു വാർത്ത കൊടുക്കുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്കിപ്പോഴും ആളെക്കുറിച്ച് പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആളുടെ സോഴ്സസിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ എനിവേ ആൾക്ക് ഓൺസ്റ്റൈനൊക്കെ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങളൊക്കെ ആൾക്ക് സ്പോട്ട് ഓണായിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചില സാഹചര്യങ്ങൾ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത കൊടുക്കണം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മുഹമ്മദ് സാലയുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് അത് സ്വാഭാവികമായിട്ട് ഒരു ഫാൻ പെർസ്പെക്റ്റീവിൽ നിന്നും ചിലപ്പോൾ ഫാൻസ് കൂടി ചിന്തിക്കുന്ന തരത്തിലൊരു കാര്യം തന്നെ ആയിരിക്കണം മുഹമ്മദ് സാലയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ് ആർണി സ്ലോട്ടുമായിട്ടുള്ള മുഹമ്മദ് സാലയുടെ ആ ഫോളോ ഔട്ട് അത് അത്ര സുഖമുള്ളൊരു കാര്യമായിരുന്നില്ല ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. ആദ്യത്തെ ആ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഒന്നും ഒരു ആവശ്യം മുഹമ്മദ് സാലയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. പിന്നെ യെസ് ആർണി സ്ലോട്ടിൻ്റെ ഈ സീസൺ ഒരു ദുരന്തം സീസണായിരുന്നു. പക്ഷേ സ്റ്റിൽ അവർ ആ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാൻ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. 5th പൊസിഷൻ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. 5th പൊസിഷനിൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. പോയിൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശം പോയിൻറ്റ്സ് ടാലി ആയിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് കഴിഞ്ഞ കൊല്ലം ചാമ്പ്യന്മാരായിരുന്നു. അപ്പോൾ അവർ ആ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തിട്ടുള്ള രീതി വളരെ മോശമായിരുന്നു നമുക്ക് എല്ലാവർക്കും വരുന്നതാണ്. പ്രത്യേകിച്ച് അവരുടെ ട്രാൻസ്ഫർ വിൻഡോയിലെ ആക്ടിവിറ്റി ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അത് ചർച്ച ചെയ്യും. കാരണം വല്ലാത്ത രീതിയിൽ അവർ സ്പെൻഡ് ചെയ്തു അല്ലേ. അവർ ട്രാൻസ്ഫർ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഫ്ലോറിയൻ വേർഡ്സിനെയും ഇസാക്കിനെയും ആ രീതിയിലുള്ള സൈനിങ്ങളൊക്കെയാണ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഹ്യൂഗോ എക്കിത്തിയൊക്കെ അങ്ങനെ വലിയ രീതിയിലുള്ള സൈനികളും കാര്യങ്ങളും നടത്തുന്നു. പക്ഷേ അവർ സ്ക്വാഡിലെ ബാലൻസിനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ടുള്ളത് ബോർഡിനെ കൂടിയാണ്. മൈക്കൽ എഡ്വേർഡ്സൊക്കെ എന്ന് പറഞ്ഞാൽ കിടിലൻ ചെങ്ങായിയാണ്. റിച്ചാർഡ് ഹ്യൂക്സും ആ രീതിയിൽ എന്താണ് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന തരത്തിലുള്ള ചെങ്ങായിയാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇവർ സ്റ്റാർ പൊട്ടൻഷ്യലുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നു. പക്ഷേ ടീമിൻ്റെ ബാലൻസിനെ ടീമിന് എവിടെയാണോ കൃത്യമായിട്ടും ഏത് ഏരിയയിലാണോ ശരിക്കും ഇമ്പ്രൂവ്മെൻറ്റ് നടത്തേണ്ട ഇടമുണ്ടായിരുന്നത് അവിടെ നടത്താത്ത ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ലൂയിസ് ഡിയാസിനെ വിറ്റിട്ട് ഒരു വിങ്ങറെ കൊണ്ടുവരാത്തൊരു സാഹചര്യം. ഡിഫൻസിൽ മാർഗഹിയൊക്കെ അവൈലബിൾ ആയിട്ട് മാർഗഹിക്ക് വേണ്ടിയിട്ട് ബിഡിടാൻ അവസാന ദിവസം വരെ കാത്തിരുന്നിട്ടുള്ള സാഹചര്യം. മിഡ്ഫീൽഡിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊണ്ടുവരാതിരുന്നത്. അങ്ങനെ ആ എന്താ പറയുക എക്കിത്തേക്ക് വന്നുള്ള കാര്യത്തിൽ വീണ്ടും ഇസാക്കിനെ കൊണ്ടുവരുന്നു. അങ്ങനെ എന്താണ് മൊത്തത്തിൽ സ്ക്വാഡിൻ്റെ ബാലൻസിനെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെയാണ്. ഇനി അത് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള സൈനികളും കാര്യങ്ങളും നടത്തണപ്പോൾ കൊനാട്ട കൂടി പോവുകയാണ്. കൊനാട്ട മാത്രമല്ല, അതായത് അവരുടെ ടൈറ്റിൽ വിന്നിങ് സീസണിലുണ്ടായിരുന്ന എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനേഴ്സ് ആയിട്ടുള്ള മുഹമ്മദ് സല, റോബർട്ട്സൺ, കൊനാട്ടയൊക്കെ പോവുകയാണ്. വെർജിൽ വാൻ ഡൈക്ക് എന്ന് പറയുന്ന ചങ്ങായി എവിടെ ഉണ്ട്? പക്ഷേ ആളുടെ ഗെയിമിൽ സ്വാഭാവികമായിട്ടുള്ള റിഗ്രഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയുന്നതാണ്. അപ്പോൾ ലിവർപൂൾ നമ്മൾ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു വിൻഡോ ആണ് വരുന്നത്. അപ്പോൾ ഈ വിൻഡോ കൂടി അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പിന്നെ നല്ല രീതിയിൽ കണക്ക് കൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ പണി പാടും അല്ലേ. അപ്പോൾ അവർക്ക് കുറേ പണികൾ ഈ വിൻഡോയിൽ എടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇവിടെ ആർണി സ്ലോട്ടിന് നമ്മൾ സ്വാഭാവികമായിട്ടും കുറ്റം പറയേണ്ടതായിട്ടുണ്ട്. കാരണം അവിടെ സ്റ്റിൽ ഒരു ഗുഡ് സ്ക്വാഡ് ഉണ്ടായിരുന്നു. ആ സ്ക്വാഡിനെ ആൾക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുള്ള സംഭവം തന്നെ. പക്ഷേ അതോടൊപ്പം തന്നെ ആൾക്ക് കൃത്യമായിട്ടുള്ള ടൂളുകളെല്ലാം കൊണ്ടെത്തിച്ച് കൊടുത്തത് മൊത്തത്തിൽ സ്ക്വാഡിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു കാര്യമാണ് ചെയ്തത്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ സീസൺ തുടങ്ങുന്ന കാര്യത്തിൽ ഇവർ ഇത്തരത്തിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തപ്പോൾ ഈവൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇവന്മാർ പോയി ടൈറ്റിൽ വീണ്ടും അടിക്കുന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ആളടിച്ച ടൈറ്റിലിന് ആൾക്ക് ക്രെഡിറ്റ് കൊടുക്കാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളും അത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അത് ശരിയായിട്ടൊരു കാര്യമല്ല. സോറി. ഫസ്റ്റ് ഡച്ച് മാനേജറാണ്, പ്രീമിയർ ലീഗ് അടിക്കുന്ന ഫസ്റ്റ് ഡച്ച് മാനേജറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ആർണി സ്ലോട്ട്. അത് അടിച്ചതിന് ആൾക്ക് തന്നെ ക്രെഡിറ്റ് കൊടുക്കണം. യെസ്, യോഗൻ ക്ലോപ്പിൻ്റെ ടീമാണ്, യോഗൻ ക്ലോപ്പിൻ്റെ മസിൽ മെമ്മറിയിലാണ് അവർ ടൈറ്റിൽ അടിച്ചതെന്നൊക്കെ പറഞ്ഞിരിച്ചെങ്കിൽ അതിനോട് എനിക്ക് യോജിപ്പില്ല. കൃത്യമായിട്ടുള്ള ടാക്ടിക്കൽ ചേഞ്ചസ് ചങ്ങായി വരുത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ. ഈ സീസണിൽ പാളിപ്പോയി, ശരി തന്നെ. പക്ഷേ കഴിഞ്ഞ സീസണിൽ അവർ ടൈറ്റിൽ അടിക്കുന്നതിൽ അത് യോഗൻ ക്ലോപ്പിൻ്റെ ടീം തന്നെ അല്ലാതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിന് ക്രെഡിറ്റ് കൊടുക്കാത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചൊക്കെ ചിലപ്പോൾ വേറൊരു മാനേജർ വന്നിട്ട് അതേപോലെ തന്നെ ചെയ്യണം എന്നുള്ള എന്താ ഉറപ്പുള്ളത്? അപ്പോൾ ആ ടൈറ്റിൽ അടിച്ചതിൻ്റെ ക്രെഡിറ്റ് ആ ചെങ്ങായിക്ക് തന്നെയാണ് കൊടുക്കണം ചെങ്ങായിമാരെ. അതല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വേണമെങ്കിൽ മുഹമ്മദ് സലയുടെ ഒക്കെ കഴിഞ്ഞ സീസണിലുള്ള ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടാൽ മതി. ഗാരി നെവിലുമായിട്ട് മുഹമ്മദ് സല തന്നെ ഇരുന്നിട്ട് സംസാരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതിൽ എങ്ങനെയാണ് സലയുടെ പൊസിഷൻ ചെങ്ങായി ട്വീക്ക് ചെയ്തത്, അതേപോലെ തന്നെ
സെക്കൻഡ് ഹാഫിൽ പല ചേഞ്ചസ് ചങ്ങായി വരുത്തിയിട്ടുണ്ടായിരുന്നത്. ആൾക്ക് വലിയ ഈഗോയും കാര്യങ്ങളൊന്നും ഇല്ല, ആളുടെ സിസ്റ്റം തന്നെയാണ് പ്രോപ്പർ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫിൽ വർക്ക് ചെയ്യാത്ത സാഹചര്യം വെച്ച് തന്നെ സെക്കൻഡ് ഹാഫിൽ മുമ്പോട്ടേക്ക് പോകാത്ത സ്ലോട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അത്തരത്തിലുള്ള ട്വീക്കുകൾ നടത്തും, പിന്നെ ടാക്ടിക്കലി ട്വീക്കുകൾ നടത്തും. ആളാണ് റയാൻ ഗ്രാവൻബർഗിനെ ആ ഒരു 6 ആക്കി കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു 4-3-3 എന്നുള്ള സിസ്റ്റം മാറ്റി ഒരു 4-2-3-1 എന്നുള്ള ശൈലിയിലേക്ക് മാറുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ സ്ലോ ടെമ്പോ, അതായത് കഴിഞ്ഞ സീസണിൽ ഞാൻ തന്നെ എൻഡ് ഓഫ് ദ സീസൺ റിവ്യൂ പറയുന്ന കാര്യത്തിൽ വിചാരിച്ച സംഭവങ്ങളാണ്. കാരണം അത്തരത്തിലുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നത്. ബിൽ ഷാങ്ലിക്ക് ശേഷം ബോബ് പേസ്ലി എങ്ങനെയാണോ ലിവർപൂളിനെ കൊണ്ടുപോയത് ആ രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ മണ്ടത്തരമായിട്ട് മാറി. പക്ഷേ അത്തരത്തിലുള്ള സാധ്യതകളായിരുന്നു ആ ഒരു അവസരത്തിൽ നമ്മൾ ഈ ടീമിനെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ കംപ്ലീറ്റ്ലി ബാലൻസ് പിന്നീട് സ്ക്വാഡിൽ നഷ്ടപ്പെട്ടു. അതിന് ഈവൻ ബോർഡും ഉത്തരവാദികൾ തന്നെയാണ്, എല്ലാം ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ടൈറ്റിലുള്ള ക്രെഡിറ്റ് ചങ്ങായിക്ക് തന്നെ കൊടുക്കണം. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഗ്രാവൻബർഗിനെ 6 ആക്കി മാറ്റിയതും പിന്നെ ആ റൈറ്റ് സൈഡിലുള്ള കോമ്പിനേഷൻ അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇപ്പോൾ ട്രെൻഡ് ആണെങ്കിലും അതേപോലെ തന്നെ സോബോസ്ലായി ആണെങ്കിലും മുഹമ്മദ് സല ആണെങ്കിലും അവർ തമ്മിലുള്ള കോമ്പിനേഷൻ മികച്ചായിരുന്നു. മക്കാലിസ്റ്ററൊക്കെ വേറെ രീതിയിലാണ് ഫുട്ബോൾ കളിക്കുന്നത്. മക്കാലിസ്റ്ററിൻ്റെ ഏറ്റവും മികച്ച സീസണിൽ ഒന്നായിരുന്നു കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്നത്. ഈ സീസണിൽ മക്കാലിസ്റ്ററിൻ്റെ പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള ഡിപ്പ് സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ സംഭവം തന്നെയാണ്. അതേപോലെ തന്നെ ഒരുപാട് ചോപ്പ് ആൻഡ് ചേഞ്ചസ് സംഭവിച്ചില്ലേ. ഫുൾ ബാക്ക് ഏരിയയിൽ ചോപ്പ് ആൻഡ് ചേഞ്ചസ് സംഭവിക്കുന്നു, അവർക്ക് സെറ്റിലാകാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ ആ ഫ്രണ്ട് ഏരിയയിൽ ഇത്രയും പ്ലേയേഴ്സിനെ കൊണ്ടെത്തിച്ച് കൊടുത്തിട്ട് ഇതിനെ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നുള്ള ചങ്ങായിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. അപ്പോൾ യെസ്, അതിൻ്റെയൊക്കെ സൊല്യൂഷൻ കണ്ടെത്തേണ്ട ആൾ ആർണെ സ്ലോട്ട് തന്നെയാണ്. ആർണെ സ്ലോട്ടിന് തന്നെയാണ് നമ്മൾ കുറ്റവും പറയുന്നത്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ബ്ലെയിമിൻ്റെ കുറച്ച് ഷെയർ ബോർഡും ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ആളുടെ ടാക്ടിക്കൽ ട്വീക്കുകളെക്കുറിച്ച് മുഹമ്മദ് സല പറഞ്ഞിട്ട് മുഹമ്മദ് സലേനെ കാര്യമായിട്ട് താഴോട്ട് പ്രസ് ചെയ്യിപ്പിക്കാണ്ട് ആ ഒരു റൈറ്റ് ഏരിയയിൽ ഭയങ്കരമായിട്ട് ഫോർവേഡ് നിർത്തിയിട്ട് ബാക്കിയുള്ളവർ ഓഫ് ദ ബോൾ ആൾക്ക് വേണ്ടിയിട്ടുള്ള പണിയെടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് സലയുടെ ഒരു കിഡിലൻ ഇൻഡിവിജ്വൽ സീസൺ ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നത്. അത് പക്ഷേ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ആൾക്കും സാധിക്കുന്നില്ല. മാത്രമല്ല സ്ലോട്ടാണെങ്കിൽ പല രീതിയിൽ ചേഞ്ചസ് വരും നോക്കുന്നു. പിന്നെ ലൂയിസ് ഡിയാസിനെ 9 ആക്കി കളിപ്പിച്ചത്, ആ ഒരു ഫോൾസ് 9 ആയിട്ട് കളിപ്പിച്ചിട്ട് ആൾ ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോകും. എന്നിട്ടോ ആൾ അവിടെ ആ ഒരു ഫ്ലാങ്കിൽ ഓവർലോഡും കാര്യങ്ങളും സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. 9 ആയിട്ട് കളിക്കുമ്പോഴും ആൾ ആ ഒരു ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോയിട്ട് ആളുടെ ടെനാസിറ്റി, ആളുടെ പ്രസ്സിങ് എബിലിറ്റി അതൊക്കെ മിസ്സിങ് ആയിരുന്നു ലിവർപൂൾ അംശമുള്ള ഈ സീസണിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഒരു മെക്കാനിസം ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ. അത് കൃത്യമായിട്ട് ഹെവി മെറ്റലൊന്നും ആയിരുന്നില്ല കഴിഞ്ഞ സീസണിലും. കഴിഞ്ഞ സീസണിൽ അവർ ഹെവി മെറ്റൽ കളിച്ചിട്ടൊന്നുമല്ല ചാമ്പ്യന്മാരായത്. യോർഗൻ ക്ലോപ്പിൻ്റെ സിസ്റ്റം ഒന്നും ആയിരുന്നില്ല. മസിൽ മെമ്മറിയിൽ പിന്നെ യോർഗൻ ക്ലോപ്പിൻ്റെ സിസ്റ്റത്തിലുണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ അവർ കളിക്കുമായിരിക്കും, അതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് ആ ശൈലി വ്യത്യാസമായിരുന്നു. അവർ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറച്ചുകൂടെ പേഷ്യൻസോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കണം. ടെമ്പോ അതിനനുസരിച്ച് പൊസഷൻ ഇല്ലാണ്ട് കളിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്ലോട്ടിൻ്റെ ടീം മികച്ച രീതിയിലാണ് കഴിഞ്ഞ സീസണിൽ ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നത്. മികച്ച രീതിയിൽ കളിച്ചിട്ടാണ് അവർ ചാമ്പ്യന്മാരായിരുന്നത്. അതിന് സ്ലോട്ടിന് തന്നെ ക്രെഡിറ്റ് കൊടുക്കണം. ഈ സെക്കൻഡ് സീസണിൽ കാര്യങ്ങൾ വർക്കൗട്ട് ആയില്ല. അത് ഗുഡ് മാനേജേഴ്സും എലീറ്റ് മാനേജേഴ്സും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ. ഈ ബാക്ക് ടു ബാക്ക് ടൈറ്റിൽ മേടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല. അത് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പ്രീമിയർ ലീഗിലേക്കാണെങ്കിൽ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ആരാണിപ്പോൾ ഈ ഒരു സെഞ്ചുറിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്? എത്ര മാനേജർമാർ ചെയ്തിട്ടുണ്ട്? പെപ് ഗോർഡിയോള, സർ അലക്സ്, ജോസെ മൊറീനിയോ, 3 ആൾക്കാർ മാത്രമേ ഈ ബാക്ക് ടു ബാക്ക് ടൈറ്റിൽ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് എളുപ്പമുള്ളൊരു കാര്യമല്ല പ്രീമിയർ ലീഗിൽ ചെയ്യാന്ന് പറഞ്ഞാൽ. അതിലാണെങ്കിൽ പെപ്പാണെങ്കിൽ 4 പീറ്റ്, മറ്റാളാണെങ്കിൽ ഹാട്രിക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് സർ അലക്സ് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ അതാണ് എലീറ്റ് ലെവലിൽ ഉള്ളൊരു മാനേജർ അല്ല ആർണെ സ്ലോട്ട്. അത് ഈ സീസണിൽ തെളിഞ്ഞ് കഴിഞ്ഞു. ആളുടെ ഈ സീസണിലെല്ലാം പാളിപ്പോയി. ഓഫ് ദ ബോൾ പാളിപ്പോയി, അതേപോലെ തന്നെ പൊസഷനിലുള്ള കാര്യങ്ങൾ പാളിപ്പോയി. ആളുടെ മൊത്തത്തിലുള്ള അപ്രോച്ചിൽ പ്രശ്നങ്ങൾ, ഡിഫെൻസിൽ കാര്യമായിട്ട് പ്രശ്നം സംഭവിച്ചത് സെറ്റ് പീസ് ഡിഫെൻഡിങ്. അതായത് ഡിഫെൻഡിങ്ങിൽ കാര്യമായിട്ടൊരു പണി എടുക്കാത്ത പോലെയാണ് കാണുന്നുണ്ടായിരുന്നത്. കൊനാട്ടയുടെ ഒക്കെ ദുരന്തം സീസണായിരുന്നു. അപ്പോൾ കൊനാട്ട പോവാണ്, പക്ഷേ കൊനാട്ടയുടെ ഒക്കെ ദുരന്തം സീസണായിരുന്നു. പക്ഷേ ഇൻഡിവിജ്വലി ആൾ മോശമായിരുന്നു. അതോടൊപ്പം തന്നെ സിസ്റ്റം വൈസും അവർ ഭയങ്കര ഓപ്പൺ ആയിരുന്നു അല്ലേ. പിന്നെ ആ റൈറ്റ് ബാക്ക് ഏരിയയിൽ പ്രശ്നം ഉണ്ടാകുന്നു, അവിടെ ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സോബോസ്ലൈനെ അവിടെ സ്ലോട്ട് ഇൻ ചെയ്യേണ്ട സാഹചര്യം വരുന്നു. അപ്പോൾ മിഡ്ഫീൽഡ് കാര്യമായിട്ടുള്ള പ്രശ്നം സംഭവിക്കും സോബോസ്ലൈനെ. കാരണം സോബോസ്ലൈനാണ് അവരുടെ ബെസ്റ്റ് മിഡ്ഫീൽഡർ ഉണ്ടായിരുന്നത്. ബെസ്റ്റ് മിഡ്ഫീൽഡർ റൈറ്റിലേക്ക് നീക്കുന്ന കാര്യത്തിൽ മിഡ്ഫീൽഡ് വീക്കാവുന്നു. സ്വാഭാവികമായിട്ടും ഈ ചെങ്ങായി ഒരു എക്സ്ട്രാ പടി അവിടെ എടുക്കേണ്ട സാഹചര്യം വരുന്നു. പിന്നെ വാൻഡേക്കിൻ്റെ സ്വാഭാവികമായിട്ടുള്ള റിഗ്രഷൻ നമ്മൾ സംസാരിച്ചു. ലെഫ്റ്റ് ബാക്ക് ഏരിയയിൽ കെർക്കസ് തുടക്കത്തിൽ നന്നായി സ്ട്രഗിൾ ചെയ്യുന്നു. കാരണം ആൾക്കും ഒരു ബിഗ് ജമ്പായിരുന്നു ബോൺമൗത്തിൽ നിന്ന് ലിവർപൂളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആരുടെ ഷൂസാണ് ഫിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്? റോബർട്ട്സൻ്റെ ഷൂസ്. എളുപ്പമാണോ? ട്രെൻഡ് പോകുന്നു. ട്രെൻഡ് ഒരു ക്രിയേറ്ററായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിയേറ്ററായിരുന്നു. സലയ്ക്ക് ആ ഒരു ഏരിയയിൽ സലയുമായിട്ടുള്ള കോമ്പിനേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ലൂയിസ് ഡിയാസ് ഇമ്പോർട്ടൻ്റ് മെമ്പറായിരുന്നു അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്.
ആർണി സ്ലോട്ടിൻ്റെയും കിളി പോയി. ആർണി സ്ലോട്ട് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന പോലെയല്ല ഈ സീസണിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തമായിട്ട് ആൾ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാണ് ഉള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ട്. പക്ഷേ അത് വർക്കായില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആളൊരു എലീറ്റ് ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഒരു ഗുഡ് മാനേജറാണ്. പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കൽ എളുപ്പമുള്ളൊരു കാര്യമില്ല നമുക്കറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗുഡ് മാനേജർ എന്നുള്ള കാറ്റഗറിയിൽ തന്നെ ഞാൻ പെടുത്തും ആളിനെ ഇപ്പോഴും. യെസ്, ലിവർപൂൾ ഫാൻസിന് ഈ സീസണിൽ ആളിനെ കൊണ്ട് തൊന്തരവേണ്ടായിട്ടുള്ളൂ. ആളിനെ കൊണ്ട് ഇടങ്ങറായിട്ടുണ്ട്, ആളെ കൊണ്ട് പണ്ടാറടങ്ങിയിട്ടുണ്ട്. ആളുടെ ഫുട്ബോൾ കണ്ടിട്ട് ആകെ ദേഷ്യം പിടിച്ചിട്ടുണ്ട്. ചില റെക്കോർഡുകൾ നോക്കി കഴിഞ്ഞാൽ 20 ഡിഫീറ്റുകളാണ് ഈ സീസണിൽ, 20 പരാജയങ്ങൾ. അതായത് പ്രീമിയർ ലീഗ് ഇറയിൽ എനിക്ക് തോന്നുന്നു 4 പതിറ്റാണ്ടിൽ ആദ്യമായിട്ടാണ് ലിവർപൂൾ മാനേജർ ഓൾ കോമൻസിൽ 20 മത്സരങ്ങൾ പരാജയപ്പെടുന്നത്. പിന്നെ എന്താണ്, അവസാനത്തെ 14 മത്സരങ്ങൾ വെറും 4 വിജയങ്ങൾ മാത്രം. 4-0 എലിമിനേഷൻസ് FA കപ്പിലും ചാമ്പ്യൻസ് ലീഗ് നോക്കൗട്ട് സ്റ്റേജിലൊക്കെ നേരിടേണ്ട സാഹചര്യം വരുന്നു. 12 മത്സരങ്ങളാണ് ലീഗിൽ മാത്രം പരാജയപ്പെട്ടുള്ളത്. പക്ഷേ സ്റ്റിൽ ആളുടെ റെക്കോർഡ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ 113 മത്സരങ്ങളാണ് ലിവർപൂളിനെ മാനേജ് ചെയ്തിട്ടുള്ളത്. 66 വിജയങ്ങൾ, 18 സമനിലകൾ, 29 പരാജയങ്ങൾ, 1.91 പോയിൻറ്റ്സ് പെർ ഗെയിം ഉണ്ട്, 58% വിൻ റേറ്റ് ഇപ്പോഴും ചെങ്ങായിക്കുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ ആളുടെ ഈ സീസണിലെ റെക്കോർഡ് നോക്കി കഴിഞ്ഞാൽ 57 മത്സരങ്ങൾ, 28 വിജയങ്ങൾ, 9 സമനിലകൾ, 20 പരാജയങ്ങൾ. അതായത് 28 വിക്ടറീസ്, 29 പരാജയങ്ങളോ അല്ലെങ്കിൽ സമനിലയോ. ദുരന്തം സീസണായിരുന്നു. സാക്കബിൾ പരിപാടികൾ തന്നെയാണ് ചെങ്ങായി ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടെ നേരത്തെ സാക്ക് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ തീരുമാനങ്ങൾ ചിലപ്പോൾ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് സീസൺ അവസാനിക്കുമായിരുന്നു എന്ന് പോലും ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് തെറ്റ് പറയാനും പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത്. അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ സീസണിൽ സംഭവിച്ചുള്ളത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആർണി സ്ലോട്ട് ലിവർപൂളിൻ്റെ ചരിത്രത്തിൽ ലീഗ് ടൈറ്റിൽ അടിച്ചില്ല. 20ാമത്തെ ലീഗ് ടൈറ്റിലാണ് ചെങ്ങായി അടുപ്പിച്ചു കൊടുത്തത്. അല്ലേ, ആ 20ാമത്തെ ലീഗ് ടൈറ്റിലിന് വലിയ പ്രത്യേകത ഉണ്ട്. കാരണം വെച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടുള്ള ഒപ്പം എത്തിയിരിക്കുകയാണ് ലീഗ് ടൈറ്റിലുകളുടെ എണ്ണത്തിൽ. അപ്പോൾ 20ാമത്തെ ടൈറ്റിലിനൊരു ഒരു പ്രത്യേകതയുണ്ട്. അതെന്നും ആളുകളുടെ മെമ്മറിയിൽ ഉണ്ടായിരിക്കും. ആൻഫീൽഡ് ഫെയ്ത്ത്ഫുളിൻ്റെയും ഗ്ലോബൽ ലിവർപൂൾ ഫാൻസിൻ്റെയും മനസ്സിൽ ആർണി സ്ലോട്ടിൻ്റെ ഈ ടൈറ്റിലിന് ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ്. ചില ആളുകൾ സ്വാഭാവികമായിട്ടും ആൾക്ക് ക്രെഡിറ്റ് കൊടുക്കില്ലായിരിക്കാം. അത് യർഗൻ ക്ലോപ്പിൻ്റെ ടീമായിരുന്നു, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയാമായിരിക്കും. യെസ്, അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കും, സ്വാഭാവികമല്ലേ. യർഗൻ ക്ലോപ്പ് അത്രയും കാലം അവിടെ നിന്നിട്ടുള്ള മനുഷ്യനാണ്. ആളുടെ ഇൻഫ്ലുവൻസ് ആ ടീമിലുണ്ടായിരിക്കും, ആ പ്ലേയേഴ്സിലുണ്ടായിരിക്കും. പക്ഷേ സ്റ്റിൽ ഈ ചങ്ങായുടെയും ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 11 ലിവർപൂൾ മാനേജർമാർ മാത്രമാണ് ലിവർപൂളിന് വേണ്ടി ലീഗ് ടൈറ്റിലുകൾ സ്വന്തമാക്കി കൊടുത്തിട്ടുള്ളൂ അവരുടെ ചരിത്രത്തിൽ. അതിലൊരാളാണ് ആർണി സ്ലോട്ട്. അത് ഈ ചരിത്ര പുസ്തകത്തിൽ നിന്ന് ആർക്കും എടുത്തു കളയാൻ പറ്റില്ല, അത് മനസ്സിലാക്കണം നമ്മൾ. പക്ഷേ അഗെയിൻ ആൾ പലതരത്തിൽ ബ്ലെയിമുകൾ, അതായത് ഈ ലോ ബ്ലോക്കിനെതിരെ ആൾ ബ്ലെയിം ചെയ്യുന്ന കേൾക്കുമ്പോഴാണ് പ്രാന്ത് പിടിച്ചത്. ലിവർപൂളിനെതിരെ പിന്നെ ലോ ബ്ലോക്കിൽ വരില്ല ആൾക്കാർ. ലോ ബ്ലോക്കിൽ നിൽക്കുന്നതിന് ഇങ്ങനെയല്ല, ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെങ്ങനെ കളിക്കാനുള്ള രീതിയിലുള്ള വർത്താനൊക്കെയാണ് ചങ്ങായി പറയുന്നുണ്ടായിരുന്നത്. അതൊക്കെ എന്ത് തോന്നിയാസം വർത്താനാണ്. അതേപോലെ തന്നെ സെറ്റ് പീസ് ഡിഫെൻഡിങ് ദുരന്തമായിരുന്നു. 18 ഗോളുകൾ അങ്ങനെ ഒരു സെറ്റ് പീസിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് റെക്കോർഡാണ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ രീതിയിൽ അവർ ഒരുപാട് ഗോളുകൾ ഇങ്ങനെ, അതൊക്കെ കോച്ച് ചെയ്യേണ്ട തരത്തിലുള്ള സംഭവമല്ലേ. യെസ്, ഇനഫ് ഡിഫൻഡേഴ്സ് ഇല്ല, ലിയോണിക്ക് ഇഞ്ചുറി പറ്റി, ഇതൊക്കെ നമുക്കറിയുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ സ്റ്റിൽ കോച്ച് ചെയ്യേണ്ട തരത്തിലുള്ള സംഭവമല്ലേ. അത് കോച്ച് ചെയ്യാൻ പുള്ളിക്കാരന് പറ്റുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കുറേ ടാലൻറ്റുകൾ കൊണ്ടുവന്നല്ലോ, അവരെയൊക്കെ ഒന്ന് ഇപ്പോഴും, അതായത് ഒരു സീസൺ ഫുള്ള് കിട്ടിയിട്ടും ഇതിൻ്റെ ഇടയിൽ ഒരു ഘട്ടത്തിൽ പോലും ഒരു ഗ്ലിംസ് പോലും നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പരാജയം തന്നെയാണ് ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം. ഒരു ഗ്ലിംസ്, ഒരു 4-5 മത്സരങ്ങളുടെ ഒരു സമയം ഉണ്ടെങ്കിൽ ഓക്കെ, അവർ ഒരു രീതിയിൽ കളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഒരു പാറ്റേൺ ഓഫ് പ്ലേയിൽ കളിക്കുന്നുണ്ട്. അവരെന്താണ് പാസീവായിട്ട് കളിക്കുകയാണ്. ആൻഫീൽഡ് ഉറങ്ങിയായിരുന്നു പല മത്സരങ്ങളിലും. ആ രീതിയിൽ അവർ ഉറക്കുന്ന തരത്തിലുള്ള ഫുട്ബോളാണ് ഈ ചങ്ങായി കളിക്കുന്നത്. പിന്നെ പരാജയങ്ങൾ ഏറ്റുവാങ്ങാന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ശരിക്കും മടുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പോകാൻ അർഹനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. എൻ്റെ ഒറ്റ വാദം മാത്രമേ ഉള്ളൂ, കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ ടൈറ്റിലിന് ആൾക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. അതിലാളുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, അതാണ് എൻ്റെ ഒരു വാദമുള്ളത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇതിന് വിയോജിപ്പുകൾ ഉണ്ടാവുമായിരിക്കും, നിങ്ങൾക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ സംസാരിക്കും. പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം മുമ്പോട്ടേക്ക് വെച്ചതാണ്. ഓക്കെ, യർഗൻ ക്ലോപ്പിനെ പോലുള്ള ഒരു ഇമോഷനെ, ഞാനൊരു ലെജൻഡ് എന്ന് പോലും അല്ല വിളിക്കുന്നത് യർഗൻ ക്ലോപ്പിനെ, ഒരു ഇമോഷനാണ് യർഗൻ ക്ലോപ്പ് ലിവർപൂൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ളൊരു ചെങ്ങായിനെ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ളൊരു സംഭവമല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് വന്ന് ആദ്യത്തെ സീസൺ തന്നെ ടൈറ്റിൽ അടിക്കുന്നത്. അതും ചരിത്രമാണ്. കാരണം വെച്ചാൽ വളരെ കുറച്ച് മാനേജർമാർ മാത്രമേ അത്തരത്തിലുള്ള സംഭവം ചെയ്തിട്ടുള്ളൂ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ. ജോസെ മൗറിനോ, ഡോൺ കാർലോ ചെൽസിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പെല്ലിഗ്രീനി മാൻ സിറ്റിക്ക് വേണ്ടിയിട്ട്, റനിയേരി ലെസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട്, അഗൈൻ ആൻ്റോണിയോ കോണ്ടെ ചെൽസിക്ക് വേണ്ടിയിട്ട്. ലിവർപൂളിന് വേണ്ടിയിട്ട് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ നമുക്കറിയാം ആകെ 2 ടൈറ്റിൽ അവർ അടിച്ചിട്ടുള്ളൂ. പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ, ഇംഗ്ലീഷ് ലീഗിൻ്റെ ചരിത്രത്തിലല്ല പറയുന്നത്, പ്രീമിയർ ലീഗായിട്ട് മാറിയതിനു ശേഷം 2 ടൈറ്റിൽ അടിച്ചിട്ടുള്ളൂ. അതിലൊന്ന് ആർണി സ്ലോട്ടിൻ്റെ പേരിലാണെന്നുള്ള കാര്യം ഓർക്കണം, അല്ലെങ്കിൽ ആർണി സ്ലോട്ട് മാനേജ് ചെയ്തിട്ടുള്ള ടീമിൻ്റെ പേരിലാണെന്നുള്ള കാര്യം ഓർക്കണമെന്നില്ല. അപ്പോൾ ആ രീതിയിൽ എന്താണ് ആൾക്ക്
ആ ക്രെഡിറ്റ് കൊടുക്കണം. ഇത് തന്നെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നതിന്. പിന്നെ ഇതിൽ ആളുകൾ ചർച്ച ചെയ്യാത്ത, അല്ലെങ്കിൽ തുടക്കത്തിൽ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്, ഡിയേഗോ ജോട്ടയുടെ മരണം. അതൊരു വല്ലാത്തൊരു ടോപ്പിക്കാണ്. ലിവർപൂൾ പ്ലേയേഴ്സിനെ അത് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. കാരണം വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ചെങ്ങായി ഒന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ, മരണപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരൊക്കെ വലിയ മില്യനേഴ്സ് തന്നെ, പക്ഷേ ആഫ്റ്റർ ഓൾ നമ്മളെപ്പോലെ തന്നെ മനുഷ്യന്മാരാണല്ലോ, ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം, അതിനെക്കുറിച്ച് വലിയ തോതിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതൊരു വലിയ പോയിൻ്റാണ് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. ഈ സീസണിൽ അവരുടെ പെർഫോമൻസിൽ അത് കാര്യമായിട്ട് അവർ ബാധിച്ചിട്ടുണ്ട്. ആ ഡ്രസ്സിംഗ് റൂമിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതിൽ പലരുടെയും ക്ലോസ് ഫ്രണ്ടായിരുന്നു ജോട്ട. ആ ഡ്രസ്സിംഗ് റൂമിനെ വല്ലാത്ത രീതിയിൽ പിന്നെ ജോവിയലാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പ്ലെയറായിരുന്നു ജോട്ട. അത്തരത്തിൽ പലരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു ജോട്ട. അപ്പോൾ ആളുടെ മരണം അത് വല്ലാത്ത രീതിയിൽ അവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പ്ലെയർ ക്ലബിൽ നിന്ന് പടിയിറങ്ങി പോകുന്ന പോലത്തെ ഒരു കാര്യമല്ല, മരണപ്പെട്ടു പോയിരിക്കുകയാണ്. അതിൻ്റെ ആഘാതം വലുത് തന്നെയാണ്. അത് അനുഭവിക്കുന്നതായിരിക്കും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ആഘാതത്തെക്കുറിച്ച് ചിലപ്പോൾ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ അത് ലിവർപൂളിൻ്റെ ഓവറോൾ ഈ സീസണിലെ പെർഫോമൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് സംസാരിക്കേണ്ട തരത്തിലൊരു സംഭവം തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ വിചാരിച്ചിരുന്നത് ചിലപ്പോൾ ജോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ചിലപ്പോൾ വല്ലാത്ത രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നതാണ്. അതൊക്കെ നമുക്കിങ്ങനെ പറയാമെന്നുള്ളതാണ്, നമുക്കിങ്ങനെ ഭംഗിവാക്കായിട്ട് പറയാമെന്നുള്ളതാണ്. ഒരു സീസൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരത്തൺ സീസണാണ്. ചെറിയൊരു ടൂർണമെൻറ്റ് പോലത്തെയോ അങ്ങനത്തെ സംഭവം ഒന്നല്ല. ഇപ്പോൾ പോർച്ചുഗലിന് വേണമെങ്കിൽ അത്തരത്തിലൊരു സംഭവം ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം വേൾഡ് കപ്പിൽ ജോട്ടയ്ക്ക് വേണ്ടിയിട്ട് കൂടി നമുക്ക് ജയിക്കാമെന്നുള്ള രീതിയിലുള്ള ആ രീതിയിലൊരു എക്സ്ട്രാ ഒരു സാധനം ഒരു കിട്ടുമായിരിക്കും. പക്ഷേ ഒരു ലോങ് മാരത്തൺ സീസണിൽ പല ഓർമ്മകൾ വരുമായിരിക്കും, പല രീതിയിലായിരിക്കും പല പ്ലേയേഴ്സിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു സെറ്റ് ബാക്ക് നേരിടുമ്പോൾ മോശമില്ലാത്ത രീതിയിലാണ് പോകുന്നിരുന്നെങ്കിൽ വലിയ പ്രശ്നം ചിലപ്പോൾ ഉണ്ടായില്ലായിരിക്കാം. പക്ഷേ ഒരു സെറ്റ് ബാക്ക് നേരിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. അതും ഒരു മേജർ പോയിൻ്റാണ്, മേജർ ടോക്കിംഗ് പോയിൻ്റാണെന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. ഇനി ഈ പറഞ്ഞ പോലെ വലിയ പണി ഇവർക്ക് എടുക്കേണ്ടതായിട്ട് ഇരയോളയെ സംബന്ധിച്ചിടത്തോളം. ഇരയോളയാണ് വരുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹ്യൂജ് സ്റ്റെപ്പപ്പാണ് ആളുടെ കരിയറിൽ. ആളൊരു കിടിലം പോരാളിയാണ്. പിന്നെ ബാസ്ക് റീജിയൻ എന്നുള്ള ആളാണ്, ഞാൻ പറഞ്ഞു. ക്ലബ് അത്ലറ്റിക്കിന് വേണ്ടിയിട്ട് ക്ലബ് ഒരുപാട് മത്സരം കളിച്ചിട്ടുള്ള ആളാണ്, ലെജൻഡാണ്. പക്ഷേ ആൾ ഫൈനലുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്, BLCയുടെ കീഴിൽ കോപ്പ ഡെൽ റേ ഫൈനലുകളൊക്കെ. ആളുടെ കരിയറിൽ ആൾ സൈപ്രസിൽ മാനേജ് ചെയ്യുമ്പോൾ ഒരു സൂപ്പർ കപ്പ് നേടിയതാണ്, ഒരു കപ്പ് നേടിയ ഒരു ചരിത്രം അദ്ദേഹത്തിന് പറയാനുള്ളത്. പക്ഷേ വളരെ യങ് മാനേജറാണ്, ഒരു ഫിലോസഫിയുള്ള ഒരു ചങ്ങായാണ്. ലിവർപൂളുമായിട്ട് ക്ലോസ്ലി നമുക്ക് റിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നതിലുള്ളൊരു ഫിലോസഫിയുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഹെവി മെറ്റലാണ്, ഹൈപ്രസ് ചെയ്യുന്ന, വളരെ ഇൻറ്റൻസിറ്റിയോടുകൂടി കളിക്കുന്ന. ആ ബോൺമൗത്തുമായിട്ട് ആൾ ചെയ്തിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല തോന്നി. അതിന് മുമ്പ് റയോ വയക്കാനയിൽ ആൾ ലാലീഗയിൽ ചെയ്തിട്ടുള്ള പണിയും ഇമ്പ്രസീവായിട്ടുള്ള പണിയായിരുന്നു. അങ്ങനെയാണ് ബോൺമൗത്ത് ആളിനെ കൊണ്ടുവരുന്നത്. ബോൺമൗത്ത് കൊണ്ടുവന്നിട്ട് ബോൺമൗത്ത് ഒരു സെല്ലിംഗ് ക്ലബ്ബാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ സെല്ലിംഗ് ക്ലബ്ബ് ഈവൻ ജാനുവരിയിലും അവർ പ്ലേയേഴ്സിനെ വിൽക്കുന്നു, അതായത് സെമന്യൂനെ വിൽക്കുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ സമ്മറിൽ എത്ര പ്ലേയേഴ്സിനാണ് അവർ വിറ്റത്. മൊത്തം ബാക്ക് ലൈനിൽ തന്നെ വലിയ അഴിച്ചുപണികൾ സംഭവിക്കുന്നു. എന്നിട്ടും ആ ടീം യൂറോപ്പ ലീഗിൽ ക്വാളിഫിക്കേഷൻ നേടിയെടുത്തു എന്ന് പറഞ്ഞു വെച്ചാൽ 18 മത്സരങ്ങൾ അൺബീറ്റനായി നിൽക്കുന്നു എന്ന് പറഞ്ഞു വെച്ചാൽ മാഞ്ചസ്റ്റർ സിറ്റീനെയൊക്കെ കൃത്യമായിട്ടും ഔട്ട് പ്ലേ ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഏത് ടീമുമായിട്ടും മുട്ടി നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്നു. അതൊരു ചെറിയൊരു കാര്യമല്ല. ബോൺമൗത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർ യൂറോപ്പിൽ കളിക്കാൻ പോകുന്നത്. അതൊക്കെ ഒരു ഫാന്റാസ്റ്റിക് സംഭവമാണ്. പക്ഷേ ഒരു ബോൺമൗത്തിനെ മാനേജ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ലിവർപൂളിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇതൊരു ഹ്യൂജ് സ്റ്റെപ്പാണ്. അതായത് ഈ പറഞ്ഞ പോലെ സ്ക്രൂട്ടിനി വിൽ ബി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഒരു പ്രഷർ ഉണ്ടായിരിക്കില്ല ബോൺമൗത്തിൽ മാനേജ് ചെയ്യുന്ന സാഹചര്യത്തിൽ. ഇടയ്ക്ക് വെച്ചിട്ട് ആളുടെ ഒരു വിൻലെസ് റണ്ണൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആരും അത് ബോദർ ചെയ്യില്ല, കാരണം അത് ബോൺമൗത്താണ്. റെസ്പെക്റ്റോടുകൂടി തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ നമുക്ക് ലിവർപൂളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ബോൺമൗത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏത് മീറ്ററിലാണ് സംസാരിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. അപ്പോൾ ലിവർപൂൾ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ക്ലബ്സ് ഇൻ ദ വേൾഡാണ്, വൺ ഓഫ് ദി ജയൻസ് ഇൻ വേൾഡ് ഫുട്ബോളാണ്. അപ്പോൾ അതിനനുസരിച്ച് ആ രീതിയിൽ സംസാരിക്കണ്ടേ. അപ്പോൾ ആ ജോബ് എടുക്കുമ്പോഴുള്ള പ്രഷർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ആ പ്രഷറിനനുസരിച്ചിട്ട് ആൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ 100% ഉറപ്പ് തരികയാണ്, അതായത് എക്സൈറ്റിംഗ് ഫുട്ബോൾ നമുക്ക് കാണാൻ പറ്റും ലിവർപൂളിൻ്റെ ഉപായത്തിൽ. അതിന് ഈ ചെങ്ങായിക്ക് ഈ ആൾ ഇതുവരെ മാനേജ് ചെയ്ത പ്ലേയേഴ്സിൻ്റെ പ്രൊഫൈലിനേക്കാൾ ഹൈ പ്രൊഫൈലുള്ള പ്ലേയേഴ്സായിരിക്കും. സ്വാഭാവികമായിട്ടും ഈഗോസ് ഉണ്ടാവുമായിരിക്കും. പക്ഷേ ആളൊരു ചാമിങ് പേഴ്സണാലിറ്റിയുള്ള ഒരു ചങ്ങായിയാണ്. ഭയങ്കര റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഒരു മാനേജറാണ്. അപ്പോൾ ഒന്നങ്ങോട്ട് ജയിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കോപ്പുണ്ടല്ലോ, കോപ്പ് ചേർത്ത് പിടിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അത് വിചാരിച്ച പോലെ ആയിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പണി പാളാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊരു ഗ്യാമ്പിളാണെന്ന് വെച്ചാൽ ഒരു ഗ്യാമ്പിളാണ്. പക്ഷേ
ആള് ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിന് റെഡി ആയിട്ട് നിൽക്കുകയാണ് എരിയോള. ഇതുവരെ എടുത്തിട്ടില്ലല്ലോ, ഇനി എടുത്ത് നോക്കിയാലേ നമുക്ക് അറിയുള്ളൂ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. പക്ഷേ പറഞ്ഞ പോലെ സ്റ്റൈൽ കംപ്ലീറ്റ്ലി ലിവർപൂളുമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ്. ഇതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് ഇരയോള വരികയാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി മറ്റു തരത്തിലെ കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇഞ്ചുറീസും ആർണെ സ്ലോട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ യങ് മോഹനൊക്കെ വളരെ കുറച്ച് ചിങ്ങായി യൂസ് ചെയ്തുള്ളൂ. പല പ്രശ്നങ്ങളുണ്ടാകുന്ന സാഹചര്യത്തിലും പുതിയ പുതിയ സൊല്യൂഷൻസ് കണ്ടെത്താൻ ശ്രമിച്ചില്ല പ്ലേയേഴ്സിനെ വെച്ചിട്ട്. അതേപോലെ തന്നെ കേസിനെയൊക്കെ വളരെ വളരെ കുറച്ച് ചങ്ങായി യൂസ് ചെയ്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ബോർഡ് ആ സാലയുടെ വിങ്ങിൽ വേറെ ആരാ കളിക്കാറുള്ളത്? ഫ്രിംഗ്പോങ്ങിനൊക്കെയാണ് ചങ്ങായി പലപ്പോഴും വിങ്ങിലൊക്കെ കളിപ്പിക്കുന്നുണ്ടായിരുന്നത്. വിഡ്ത്ത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നില്ല, വിങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നില്ല. വിങ്ങർമാരില്ലാത്ത സാഹചര്യം പലപ്പോഴും കാണുന്നു. സാലയ്ക്ക് ഫോം ഔട്ട് സംഭവിക്കുന്നു, സാല മെൻ്റലി പണി കിട്ടി ചങ്ങായിക്ക് അതിനനുസരിച്ചിട്ടുള്ള ഫോമിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ സാലയുടെ ഗോളുകൾ കാര്യമായിട്ട് അവരെ കഴിഞ്ഞ സീസണിൽ ഹെൽപ്പ് ചെയ്തായിരുന്നു അല്ലേ, നമുക്കറിയുന്നതാണ്. ഈ സീസണിൽ അത് ഇല്ലാതെ വരുമ്പോൾ മറ്റിടങ്ങളിൽ നിന്ന് കിടിലൻ സ്ട്രൈക്കർമാരെ കൊണ്ടുവന്നു, പക്ഷേ അവർക്കാണെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. ഇഞ്ചുറി പ്രശ്നങ്ങൾ, ഇസാക്കിന് ആദ്യം ഇഞ്ചുറി പറ്റുന്നു, എക്കിലേക്ക് പിന്നീട് ഇഞ്ചുറി പറ്റുന്നത്. പക്ഷേ എക്കിത്തൊക്കെ കളിക്കുന്ന കാര്യത്തിൽ ഒരു ഫാന്റാസ്റ്റിക് പ്ലെയർ ആയിരുന്നു. പക്ഷേ ഫ്ലോറിയൻ വേർഡ്സ് കുറച്ച് സമയമെടുത്തു സെറ്റിൽ ആവാനായിട്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ബ്ലെയിം അവിടെ കൊടുക്കണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നാലും പോകേണ്ടത് അനിവാര്യമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി മുമ്പോട്ട് ആർണെ സ്ലോട്ടിന് പോകാനൊരു വഴി അവിടെ ഉണ്ടായിരുന്നില്ല. ഫാൻസ് മടുത്തിട്ടുണ്ടായിരുന്നു. ഫാൻസ് മടുത്തു കഴിഞ്ഞാൽ പ്ലേയേഴ്സിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മുഹമ്മദ് സലയുടെ ആ ഒരു പോസ്റ്റ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ബാക്കിയുള്ളവർ കൂടി സംസാരിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഉള്ളിലാണ്. അപ്പോൾ എന്തായാലും ഇതാണ് എനിക്ക് ഈ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മത്സരത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.